يعذب الله من كان به ثلاث خصال كثرة الشكر كثرة الدعاء كثرة الاستغفار. മൂന്ന് കാര്യം ഒരു മനുഷ്യൻ ശീലിച്ചാൽ അള്ളാഹുവിനെ ശിക്ഷിക്കുകയില്ല. ഒന്ന്, സദാസമയത്തും റബ്ബിനോട് പൊറുക്കല്ലെത്തും. സദാസമയത്തും അള്ളാഹുവിനും ഉമ്മ ഉപ്പ ബന്ധുമിത്രാദികള് കുടുംബാംഗങ്ങൾ സർവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു. എല്ലാ സമയത്തും അള്ളാഹുവിനോട് കാര്യങ്ങൾ പറയുന്നു. അവർക്കൊരിക്കലും പരാജയം സംഭവിക്കുകയില്ല. ഇവിടെ ശുക്രാണ്, ദുആ ആണ്, ഇസ്തിഗ്ഫാറാണ്. ഇത് ശീലിച്ചാൽ നിങ്ങൾക്ക് പരാജയമില്ലെന്ന് നിങ്ങൾ കുറച്ചു വിശ്വസിക്കാം. അള്ളാഹു തആല തൗഫീഖ് നൽകുമാറാവട്ടെ. അതുകൊണ്ട് തന്നെ ഒരു 11 സ്വലാത്ത് ചൊല്ലി അതിന്റെ ശേഷം എല്ലാവരും ഇരുന്ന് മനസ്സറിഞ്ഞ് സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 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 സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. എല്ലാവരും ഇരിക്കുക. തൗബയുടെ മുമ്പ് 44 വട്ടം നാരിയ സ്വലാത്ത് ചൊല്ലി അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, അമ്പിയാക്കൾ, ഔലിയാക്കൾ, മഹത്തുക്കൾ, സ്വാലിഹീങ്ങൾ അവരുടെ സഹായമല്ലാതെ നമുക്കൊന്നുമില്ല. സ്വലാത്ത് വാർഷികമാണല്ലോ. അതുകൊണ്ട് തന്നെ 44 സ്വലാത്ത് ചൊല്ലി ഇൻഷാ അല്ലാഹ് തൗബ നടന്ന് ദുആ ചെയ്തു പിരിയാം. അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാവട്ടെ. ഏറ്റവും നല്ല ഔഷധം തേന്. അത് തബറുക്ക്, അമ്പിയാക്കൾ, ഔലിയാക്കൾ, മഹത്തുക്കൾ, സ്വാലിഹീങ്ങളുടെ പ്രകീർത്തനങ്ങൾ നടക്കുന്ന വേദിയിൽ അത് സ്വലാത്തിന്റെ സദസ്സിൽ വെക്കുമ്പോൾ അതിന്റെ പുണ്യം എത്രയെന്ന് ചിട്ടപ്പെടുത്താൻ പ്രിയപ്പെട്ട ഷാജി എ.പി. അബ്ദുൽ കരീം ഹാജി അദ്ദേഹം പറഞ്ഞ രംഗം ആലോചിക്കുകയാണ്. അദ്ദേഹത്തിന്റെ പരിസരത്ത് 20 വർഷമായി കുട്ടികളില്ലാതെ വളരെ വിഷമിച്ചൊരു സഹോദരൻ, ഒരു കുടുംബം അദ്ദേഹത്തിന്റെ ഭാര്യയോട് തേന് വാങ്ങി കൊണ്ടുപോയി. ആ കുടിച്ചതേ മാസം കുട്ടിക്ക് ഭാര്യ ഗർഭിണിയായി. അങ്ങനെ എത്ര ഷുഗർ, പ്രഷർ, കൊളസ്ട്രോള് ഇതുപോലുള്ള ഒട്ടനവധി രോഗങ്ങൾക്ക് ഈ തേന് ഔഷധമായി മാറിയതാണ്. അതുകൊണ്ട് തന്നെ തേന്റെ കുപ്പി വാങ്ങാൻ പറ്റാവുന്നവര്, നിങ്ങൾക്കറിയാം, ഒരു ബോട്ടൽ നിറയെ ഉണ്ട്.